കിച്ചൺ. ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. ഇനി ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് എപ്പോ തോന്നുന്നു ആ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എന്നാ പിന്നെ തുടങ്ങിയാലോ? ഒരു മിനിറ്റ്, ആദ്യം ഈ കോസ്റ്റ്യൂം ഇട്ടാട്ടെ. ഇതെന്തിനാ? ഇത് ഈ ബേക്കറിയിൽ ഹൈജീനിക് ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കോസ്റ്റ്യൂമാണ്. ഓക്കെ, അപ്പോൾ റെഡി സ്റ്റഡി. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫുൾ എനർജി എടുത്ത് ആ ആട്ട നന്നായിട്ട് കുഴക്കേ. ആട്ട എത്ര നന്നായിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുന്നോ അത്ര നന്നായിരിക്കും ബിസ്ക്കറ്റും കുക്കീസും. എന്റെ അമ്മച്ചി, ഈ ജോലി ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ട്. എനിക്കാണെങ്കിൽ നന്നായിട്ട് ചൂട് എടുക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. കഴുതേ ആ ഫാൻ ഓഫ് ആക്ക്. ഓക്കേ. ദേ നോക്ക്, സമയമില്ല, ജോലി ചെയ്യാൻ നോക്ക്, ജോലി. ഇത് ആട്ട കൊണ്ടുള്ള കടലായി മാറിയല്ലോ. എന്റെ ദൈവമേ, താൻ ഇതെന്താ ചെയ്തത്? ചേട്ടനല്ലേ പറഞ്ഞത് മഗ്ഗിലെ വെള്ളം മുഴുവനായിട്ട് ആട്ടയിലേക്ക് ഒഴിക്കാൻ? എനിക്ക് വയ്യേ മണ്ട, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ആ മഗ്ഗിലുള്ള വെള്ളം കുറേശ്ശെ ആട്ടയിൽ ഒഴിക്കാനല്ലേ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു മിനിറ്റ്, കുറച്ചുകൂടി ആട്ട ഞാൻ അതിലേക്ക് ഇടാം. ഓക്കേ. പഴയതുപോലെ ആട്ട കുഴക്കേ. വേഗം നന്നായിട്ട് കുഴക്കേ. ഇതിപ്പോ ഒരു മാസത്തേക്കുള്ള എക്സർസൈസ് ആയി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. വാ, നമുക്ക് കുറച്ച് നട്ട്സ് കഴിക്കാം. അയ്യോ, വിട്ടുപോയി. പക്ഷെ ഇത് എങ്ങോട്ടാ പോയേ? കൊച്ചളിയാ, കൊച്ചളിയാ, ഞാൻ കുടുങ്ങി. വേഗം അത് മുറിച്ചെടുക്ക്, അല്ലെങ്കിൽ ആട്ട ഇതിന്റെ കാല് പോരില്ല. വേണ്ട, എന്റെ കാല് മുറിക്കല്ലേ. എടോ, കാലിന്റെ കാര്യമല്ല, ആട്ടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഐഡിയ. ക്രിസ്മസിന് മുമ്പേ നക്ഷത്രങ്ങൾ കാണാൻ പറ്റി. അതെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, കുക്കീസും ഉണ്ടാവില്ല. വാ കിറ്റി, നമുക്ക് പച്ചക്കറി വാങ്ങിക്കാം. എന്റെ ഫേവറേറ്റ് ആയ വെണ്ടയ്ക്ക തന്നെ എടുക്കാം. അതെ ചങ്ങാതി, ഈ വെണ്ടയ്ക്ക് എന്താ ഇത്രയും വില? തുണിയില്ലെങ്കിൽ പിന്നെ എന്തിട്ട് അലക്കും? ഇതൊക്കെ കുറഞ്ഞ വിലക്ക് കൊടുത്താൽ ഞാൻ എന്റെ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? സർക്കാർ വികസനം റോഡിലെ കുഴിയാണോ? താനും കവിതയിലൂടെ കാര്യം പറയുവാണോ? ഇത് ഓർഗാനിക് പച്ചക്കറിയാണ്, കഴിക്കുന്നതും കുറവാണ്. കവിത ആര് ചൊല്ലിയാലും നഷ്ടം സഹിക്കേണ്ടത് കച്ചവടക്കാരനാണ്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പ്രസാദം തരും. ഇതിന് കുറച്ചെങ്കിലും കുറയ്ക്കേണ്ടി വരും. അടിപൊളി സാർ, അത് കലക്കി. എന്തൊക്കെ പറഞ്ഞാലും പതറില്ല. ഇതിൽ നിന്നൊരു അല്പം പൈസ പോലും ഞാൻ കുറയ്ക്കില്ല. സാർ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയണം. കമോൺ സാർ. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വാശി? പറയൂ, കേട്ടോണ്ടിരിക്കുക. സാർ, ബാക്കി കൂടെ പറയൂ. എന്റെ പൊന്നു കിറ്റി, അടുത്ത ഡയലോഗ് ആണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വാശി? ആ വാശി, അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. കിറ്റി, തലയിപ്പോ വർക്ക് ചെയ്യുന്നില്ല. സാർ ടെൻഷൻ അടിക്കണ്ട, അധികം വൈകാതെ എല്ലാം ശരിയാവും. ഇനി എപ്പോഴാ? നാളെ ടിവിയിൽ എന്റെ ഇന്റർവ്യൂ ഉണ്ട്. അവിടെ എനിക്ക് എന്റെ കവിത ചൊല്ലണം. നാളെ ആവാനിപ്പോൾ ഒരുപാട് സമയമുണ്ട്. വാ, നമുക്ക് പോകാം. വീട്ടിൽ വളർത്തുന്ന പൂച്ച കരഞ്ഞു മ്യാവൂ. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വെണ്ടയ്ക്ക് കൊണ്ടുപോകൂ. വെണ്ടയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്.
ബാക്കി ദൈവമേ ഞാനിപ്പോ മൊത്തം കവിതയെ മറന്നു പോവുകയാണല്ലോ. നിങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? എന്നാ പിന്നെ ഞാൻ ഈ കട തുറക്കില്ലായിരുന്നല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാം. രാജുചേട്ടാ, ഞങ്ങൾക്ക് കഴിക്കാൻ 2 ബ്രെഡും അതിൽ പുരട്ടാനുള്ള ക്രീമും തന്നേ. ബ്രെഡിൽ വെച്ച് കഴിക്കാൻ കീയോ? അല്ല ഈ കീ എന്തിനാ ബ്രെഡിൽ വെക്കുന്നേ? സാധാരണ ജാമല്ലേ ബ്രെഡിൽ തേച്ച് കഴിക്കുന്നത്? ഗീ അല്ലടാ, ഗീ. ബ്രെഡിൽ തേക്കാനും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ ഗീ? സംശയമുണ്ടോ? ഓക്കെ. അതെ, ഇവിടെ മൊത്തത്തിൽ കാലിയാണ്. ചേട്ടാ, കന്നും കാലിയൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട. അതുങ്ങൾ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. സോർദാർ പറഞ്ഞതുപോലെ ബ്രെഡും കീയും മാത്രം മതി. അയ്യോ, ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്നും ഇല്ലെന്നാണ്. ഈ കട കണ്ടില്ലേ, മൊത്തം കാലിയാണ്. ഇവിടെ കാടൊന്നും കാണുന്നില്ലല്ലോ. എടോ കാടല്ലടോ, കട. കട എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ദാ കണ്ടില്ലേ, ഒന്നുമില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു, രാവിലെ തന്നെ എല്ലാം വിറ്റുപോയല്ലേ? ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലെന്നേ. എല്ലാ സ്റ്റാഫുകൾക്കും അസുഖങ്ങളാണ്. അപ്പൊ രാജു ചേട്ടാ, മേഡത്തിന്റെ ടീ പാർട്ടിയുടെ കാര്യം എന്താവും? അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. ഞാനും ഈ കടയിൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എപ്പോഴും. അതിന് ബ്രെഡും ഇല്ല, റസ്കും ഇല്ല, ജാമും ഇല്ല, ബട്ടറും ഇല്ല. കടയിൽ നിങ്ങൾ മാത്രം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാ? ആ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ എന്താ ചെയ്യുക കൂട്ടുകാരെ? മറ്റെവിടെയെങ്കിലും പോയി കഴിക്കാം. എന്നാ പോകാം. പിന്നെ എനിക്കറിയാവുന്ന ഒരു കടയുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും. എവിടെയാ? അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും റാണി നഗറിലേക്ക് പോകേണ്ടി വരും. അതറിയാം, റാണി നഗറിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. അതിനിടയ്ക്ക് പറഞ്ഞ് റാണി നഗറിലേക്ക് നീളം കൂട്ടണ്ട. താങ്ക് യു രാജുചേട്ടാ, ഞങ്ങൾ ഇപ്പൊ തന്നെ പോവുകയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾക്കെല്ലാം അവിടെ വില കൂടുതലാണ്. അതെ, നാളത്തെ ഇന്റർവ്യൂവിന് മുമ്പായിട്ടേ അന്നാ സാറിന്റെ കവിത ശരിയാക്കി 2 ചൊല്ലിച്ചിട്ടേ ഞങ്ങൾ വിടുള്ളൂ. പക്ഷെ എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നേ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നത്. എന്നാ പിന്നെ തുടങ്ങിയാലോ? ഫയൽ ബോമാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഗുസ്തി. യെസ്, ഡു ഇറ്റ്. ആ പറയൂ കന്നാ സാറേ. പണക്കാർക്കുണ്ടല്ലോ കോടിക്കണക്കിന് ആസ്തി. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇനി അടി കയ്യെന്നാ പറയേണ്ടത്. എന്റെ ഹടി അത് ഞാനല്ലേ പറയാറ്. പക്ഷെ എങ്ങനെ പറയാനാ? വരിയൊന്നും കംപ്ലീറ്റ് ആവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ ലൈൻ ഞങ്ങൾ പറയാം, അതിന് യോജിച്ച ലൈൻ സാറ് തന്നെ പറഞ്ഞോ. എന്നാ പിന്നെ ഞാൻ തന്നെ തുടങ്ങാം. ഞാൻ കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് അതിന്റെ ചെവിയിൽ പിടിച്ചിട്ടുണ്ട്. ചെവിയിൽ പിടിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്നില്ല. ആരോ എന്റെ തലച്ചോറിനെ വല്ലാതെ ബ്ലോക്ക് ചെയ്തത് പോലെ ഉണ്ട്. അടി കൈ, ഇതിപ്പോ കവിതയായല്ലോ. ഞാൻ കഴുതയുടെ പുറത്ത് കയറിയിരുന്ന അതിന്റെ ചെവിയിൽ പിടിച്ചിട്ടുണ്ട്. ആരോ എന്റെ തലച്ചോറിനെ വല്ലാതെ ബ്ലോക്ക് ചെയ്തതുപോലെ ഉണ്ട്. അടി കൈ. എടാ, ഇത് കവിതയൊന്നുമല്ല. ഞാൻ ഇപ്പോഴത്തെ എന്റെ തലയുടെ കണ്ടീഷൻ പറഞ്ഞതാ. ശീർഷാസനം ചെയ്യുന്നതിലൂടെ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല മക്കളെ. ഞങ്ങൾ സാറിനെ സഹായിക്കാം. എന്റെ പിള്ളേരെ, എന്റെ വയറ് വായിലോട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഓ, എന്റെ കൈ. പോപ്പട്ടെ, നീ എന്താടാ കന്നാസാറിനെ പിടിക്കാതിരുന്നത്? അത് ശരി, ഞാൻ പിടിക്കണമായിരുന്നോ? ഖന്നാ സാറേ ഒരു മനുഷ്യനാ, ഞാനാണെങ്കിൽ ഒരു പാവം പോപ്പെട്ടു. ഈ കുഴച്ച ആട്ട എടുത്ത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റ്. അത് കുക്കീസ് മെഷീനിലേക്ക് വെക്കേ. പിന്നെ അനിയ ബണി, നീ കുഴച്ച ആട്ട എടുത്ത് ബിസ്ക്കറ്റിന്റെ മെഷീനിലേക്ക് വെക്കേ. എങ്കിൽ ഞാൻ ഇതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്തോ. ഞാൻ പുറത്ത് പോയി ട്രേ എടുത്തുകൊണ്ട് വരാം. അല്ല, ഈ പഞ്ചസാര എവിടെ ഇരിക്കുന്നേ? ഇതൊന്നും കണ്ടിട്ട് പഞ്ചസാരയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുകളിൽ നോക്കാം. കണ്ടുപിടിച്ചു. പക്ഷെ അത് 2 കുപ്പിയുണ്ടല്ലോ. ഇതിപ്പോ ഞാൻ ഏതാ എടുക്കുക? എന്തായാലും കുഴപ്പമില്ല. കണ്ടിട്ട് 2ഉം പഞ്ചസാരയാണെന്ന് തോന്നുന്നേ. നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാര കിട്ടിപ്പോയി. അനിയ ബണ്ണി, ഇതാ ബിസ്ക്കറ്റിന്റെ ട്രേ. ഈ കേക്ക് എടുത്ത് ഓവനിൽ വെക്കേ. വേഗം പെട്ടെന്നാവട്ടെ. സോറി ജോർദാറേ, സോറി. ഇത്രയൊക്കെ ഒച്ചെടുക്കേണ്ട കാര്യം എന്താ ഉള്ളേ? ആ ഓവൻ ഓഫ് ആയിരുന്നോ? നിന്റെ വാലാണെങ്കിൽ കത്തിയിട്ടില്ല. എന്റെ വാല് വാതിലിപ്പെട്ടു. എന്താ വേദനിക്കില്ലേ? എന്തായാലും രക്ഷപ്പെട്ടില്ലേ? വേറൊന്നും പറ്റിയില്ലല്ലോ. ഇനി എല്ലാവരും പുറത്തേക്ക് പൊക്കോ, കാരണം ഇതൊക്കെ ശരിയാവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ രാജു ചേട്ടാ, ഇതൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കിയത്. അതെ, തീർച്ചയായും. ഇനി കേക്കിലും പേസ്ട്രിയിലും നമുക്ക് ക്രീം മാത്രം ചേർത്താ മതി. എന്റെ വായിൽ ഇപ്പൊ തന്നെ ഒരു കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. ആഹാ, വെള്ളം എന്റെ വായിലും വരുന്നുണ്ട്. സംശയമുണ്ടോ? പക്ഷെ ഇത് പാർട്ടിക്ക് വേണ്ടിയുള്ളതാ. വാ, ഇതൊന്ന് അലങ്കരിച്ചെടുക്കാം. ഇതിനകത്തൊന്ന് ക്രീം പുറത്തേക്ക് വരുന്നില്ലല്ലോ. സംശയമുണ്ടോ?
അതിന് മാത്രം ഒന്നും പറ്റിയില്ല. ഇതിനകത്ത് ക്രീം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തതാ. എന്റെ ക്രീമും ദാ പുറത്തേക്ക് വരുന്നില്ല. എന്റെ അമ്മച്ചി. നിനക്ക് ചിരി വരുന്നുണ്ടോ? ഇതാ പിടിച്ചോ. ബണി ഇവന്മാരെല്ലാം കൂടി രാജു ചേട്ടന്റെ ഈ ബേക്കറി നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. അയ്യോ എന്റെ അമ്മോ, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? പറയുന്ന കേക്ക് ഒന്ന് നിർത്ത്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കൊരു സഹായമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടുന്നേ? വേഗം മാറി നിൽക്ക്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. രാജുചേട്ടൻ എല്ലാം തയ്യാറാക്കുമ്പോഴേക്കും ഞങ്ങൾ ഈ ബേക്കറി എല്ലാം വൃത്തിയാക്കിക്കൊള്ളാം. എന്റെ ഉള്ളിൽ ഒരിക്കലും തെറ്റാറില്ല. എന്തൊരു ഗെയിമായത്? അയ്യോ. അടുത്തത് ഞാനാ. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും ജയിക്കും. എനിക്കെന്താ കവിത ഒന്നും കിട്ടാത്തത്? എന്റെ പിള്ളേരെ, അല്ലെങ്കിലേ എനിക്ക് തലവേദനയാണ്. നിങ്ങൾ കൂടുതൽ തലവേദന ഉണ്ടാക്കി വെക്കുവാണോ? എന്താണ് സംഭവിച്ചത് കന്നാ സാർ? എന്റെ വായിൽ ഇപ്പൊ കവിതയൊന്നും വരുന്നില്ല. കന്നാ സാർ എന്തിനാ വെറുതെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വായിലിടുന്നത്? ഹണി, നീ എന്തിനാ ഇങ്ങനെ കഴുതകളെ പോലെ സംസാരിക്കുന്നത്? ഖന്നാ സാറിന് ഇപ്പൊ കവിതകളൊന്നും പറയാൻ പറ്റുന്നില്ല. കവിതയോടൊന്നും പറയണ്ട, പക്ഷെ കന്നാ സാറിന്റെ കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞൂടെ? അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അതെ, എല്ലാം അകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ഇത്രയുള്ള കാര്യം സാറിന്ന് കുനിഞ്ഞേ. ഹണി, ഹണി, നീ എന്താ ഈ ചെയ്യുന്നത്? അകത്ത് കുടുങ്ങിയ കവിത പുറത്തെടുക്കുവാണ്. ഇന്നലെ എന്റെ തൊണ്ടിൽ ചക്കക്കുരു കുടുങ്ങിയപ്പോ ഇതുപോലെ തന്നെ ബണ്ണിയും എന്നെ ഇടിച്ചിടിച്ച് അത് പുറത്തെടുത്തത്. എടാ കഴുതേ, കവിത കവിത. ഖന്നാ സാറിന് ഇപ്പോ കവിത ചൊല്ലാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. സംശയമുണ്ടോ? അതേ പോട്ടെ, ഇന്നാണെങ്കിൽ എന്റെ തല ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. അതിലിത്ര വിഷമിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? എന്റെ തലയാണെങ്കിൽ ജനിച്ചപ്പോ തൊട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടേ. ഇവിടെ വരൂ, എന്നിട്ട് പറയൂ, ആരാണ് കഷ്ടത്തിലായത്? കന്നാ സാറിന്റെ തൊണ്ടിൽ കവിത കുടുങ്ങിയിരിക്കുകയാണ്. ഓഹോ, ഞാൻ ഇവിടെ ഇല്ലേ, എല്ലാം ശരിയാക്കി തരാം. ഏത് ഇൻഫർമേഷൻ ആണെങ്കിലും ലീക്ക് ആക്കി തരാം. ഇവിടെ വരൂ. എന്റെ കിട്ടി, ഡോക്ടർ ബാലു എന്നെ ചികിത്സിച്ചോളൂ. അയ്യോ, ഇപ്പൊ തന്നെ പുറത്തു വരും. തീർച്ചയായും പുറത്തു വരും. ഇപ്പോഴും പുറത്തു വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായും പുറത്തു വരും. ഡോക്ടർ ബാലു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. ഡോക്ടർ ബാലു, ഇങ്ങനെ ചെയ്യാണെങ്കിലേ അതെങ്ങനെ പുറത്തേക്ക് വരും? കവിതയോ? സോറി, ഞാൻ കേട്ടത് തൊണ്ടയിൽ കുരു കുടുങ്ങിയെന്നാണ്. ഖന്നാ സാറിന് ഇപ്പോ കവിത ചൊല്ലാൻ പറ്റുന്നില്ല. സംശയമുണ്ടോ? ഇവിടെ വരൂ. ചിലത് മുതിർന്നവർക്ക് സംഭവിക്കും, ചിലത് കുട്ടികൾക്ക് സംഭവിക്കും. അത് എന്താണെന്നുണ്ടെങ്കിലും നല്ല കാര്യമായിരിക്കും. ഇത് കവിതയല്ലേ വരാത്തത്? ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ തന്നു. ഇതിപ്പോ കവിത വായിൽ നിന്ന് തന്നെ വന്നു. വെരി ഗുഡ്. ഡോക്ടർ ബാലു നന്നായിട്ട് കവിത ചൊല്ലുന്നു, പക്ഷെ എന്റെ വായിൽ നിന്ന് മാത്രം ഒരു കവിതയും വരുന്നില്ല. അതും കഴിക്കുകയാണെങ്കിൽ അങ്ങയുടെ ബുദ്ധി തീർച്ചയായിട്ടും വികസിക്കും. സാർ, സാർ ഇവിടെ ഇരിക്ക്, ഞാൻ തലയിൽ എണ്ണ തടവി തരാം. ഹണി, നീ ആ ബദാം കൊടുക്ക്. ഓക്കെ, ഞാൻ തരുന്ന ബദാം കഴിച്ചാലേ സാറ് പിന്നെ കവിത ചൊല്ലാൻ ഒരിക്കലും മറക്കില്ല. കഴിക്ക് കഴിക്ക്. എത്രത്തോളം ബദാം അകത്തോട്ട് ചെല്ലുന്നു അത്രത്തോളം കവിത പുറത്തേക്ക് വന്നോളും. കഴിക്ക് കഴിക്ക്. എന്റെ പിള്ളേരെ നിങ്ങളൊന്ന് മതിയാക്ക്. ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോറി സാർ, ബദാം കുറച്ച് കൂടിപ്പോയെന്നാ തോന്നുന്നത്. അയ്യോ അല്ല കിട്ടി, നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചതാണ്. സഹായിക്കാൻ വേണ്ടി നോക്കുകയാണ്, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ.
കൂട്ടുകാരെ, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് 3 ജോലി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറ് ഷാർപ്പാവൂന്ന്. കന്നാസാറിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാം. അപ്പോ കന്നാസാറിന്റെ തലച്ചോറ് ശരിയാവുമെങ്കിലോ? ആ അത് കറക്റ്റ് ആണ്. ഓക്കേ, അതും കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കാം. സാർ ഈ ബുക്ക് വായിച്ചുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് ഈ നാരങ്ങ പിഴിയണം, മറ്റേ കൈ കൊണ്ട് ഈ ആട്ടയും കുഴച്ചിരിക്കണം. അത് ചെയ്യാനായിട്ട് ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്കൂ. നാരങ്ങ രാജ്യത്തെ ആട്ടുരാജാവ് തന്റെ പ്രജകളോട് പറഞ്ഞു. സാർ ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യണം. ഓ എന്റെ അമ്മച്ചി. ഓക്കേ. കൊച്ചളിയെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോ നിങ്ങൾ വൃത്തിയാക്കുന്നതിന് പകരം മാർഷൽ ആർട്സാ ചെയ്തോണ്ടിരിക്കുന്നേ. മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക്. ഞാൻ നന്നായിട്ട് ജോലിയെങ്കിലും ചെയ്യുന്നില്ലേ? നിന്നെ പോലെ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. നീ ജോലി ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും. ജോലി കൂടെ നീ ഒന്ന് ചെയ്യാൻ നോക്ക് കാണി. കൂട്ടുകാരനല്ലേ സഹായിക്കേണ്ടത്. സംശയമുണ്ടോ? കിറ്റി, നീ എന്തിനാ തനിച്ച് ബാഡ്മിന്റൺ കളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ബാഡ്മിന്റൺ കളിക്കൊന്നുമല്ല. ഈ പ്രാണി വീട്ടിലേക്ക് കയറി വന്നതാ. ഇതിനെ ഓടിക്കുക ഞാൻ. അയ്യോ, സോറി ഹണി. അയ്യോ എന്റെ അമ്മച്ചി. കിറ്റി, നീ എന്തിനാ സോറി പറയുന്നേ? അവൻ കുസൃതി കാണിച്ചല്ലേ. ബാറ്റ് കൊണ്ടത് തലയിലല്ലേ, കൈ വെച്ചിരിക്കുന്നത് കവിളിലും. എന്നിട്ട് അമ്മോ എന്ന് വിളിയും. എന്റെ കവളത്ത് നീരുണ്ട്. മതി അഭിനയിച്ചത്. അതിന്റെ റാക്കറ്റ് കൊണ്ട് തലക്കല്ലേ. അപ്പൊ നിന്റെ കവിൾ എങ്ങനെയാ വേദിക്കുക? എടാ പോപ്പട്ടെ, കിറ്റി അടിക്കുന്നതിന് മുമ്പ് എന്റെ കവളത്ത് നീര് വെച്ചതാണ്. അയ്യോ. കഴുത നീയാണ്, ഞങ്ങളല്ല. അടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് കവിള് വേദനിക്കുക? എന്നെ കഴുതെന്ന് വിളിക്കും. ശരിക്കുള്ള കഴുതകളെ നിങ്ങൾ തന്നെയാ. അതും ആനയുടെ ദിനോസറിന്റെ സൈസിലുള്ള കഴുതകളാ. എന്റെ കവള് നേരത്തെ തന്നെ നീര് വെച്ചിരിക്കായിരുന്നു എന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ അടിച്ചത് കൊണ്ടല്ലല്ലോ വേദനിച്ചത്. നീ വേണമെങ്കിൽ ഒന്നുകൂടെ തലക്കിട്ട് അടിച്ചോ. അടിച്ചോ കിറ്റി. എന്റെ അമ്മച്ചി വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്റെ വലിയളിയാ, ഒന്ന് ക്ഷമിക്കുന്നീ. ജോർദാർ ഇപ്പൊ തന്നെ തൈലം പുരട്ടി തരും. ഒന്നും വിഷമിക്കണ്ട, ഇപ്പൊ തന്നെ എല്ലാം ശരിയാക്കാം. എടാ ഒന്ന് നിർത്ത്. അയ്യോ അയ്യോ അമ്മച്ചി. അയ്യോ എന്റെ അമ്മ ഇപ്പൊ വേദന കൂടി. ഇതെന്താ പ്ലൈവുഡോ മറ്റോ ആണോ ഇങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ച് മിനുക്കാനായിട്ട്? അയ്യോ, ആദ്യം വായിക്കകത്ത് മാത്രമേ വേദന ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതേ പുറത്തും നല്ല വേദനയുണ്ട്. നിൽക്കുവാണി, ഞാനൊന്ന് നോക്കട്ടെ. വായ തുറന്നേ. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പല്ല് തേച്ചില്ലേ? ഇനി എന്റെ വായി കയറിയിരുന്നാണ് നോക്കാൻ പോകുന്നേ. എന്റെ അമ്മോ, ഇത് കവിട് വേദനിക്കുന്നതല്ല, പല്ല് വേദനയുടെ തുടക്കമാ. പല്ലുവേദന ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലേ ഖന്ന സാറ് സാധാരണ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായിൽ കൊള്ളാറാ പതിവ്. ഞാൻ ഉടൻ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ടുവന്നേക്കാം. എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. വേഗം പോ കൂട്ടുകാരെ, ഹണിയെ വേഗം ദന്തസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരും. എന്താ കഴിച്ചത്? പല്ലിന് എങ്ങനെയാ പ്രശ്നം ഉണ്ടായത്? എനിക്കറിയില്ല കൊച്ചലിയാ. അയ്യോ. ഇന്ന ഉപ്പിട്ട വെള്ളം. ഇത് വേഗം വായിലൊഴിച്ച് കഴുക്. ഇനി അത് നീ വായിലിട്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ പോവാണോ? എടാ പൊട്ടാ തുപ്പടാ. ഹണി നീ എന്താ ചെയ്തത്? ഡ്രോയിങ് റൂമിൽ എങ്ങനെയാ തുപ്പുന്നേ? അതുകൊണ്ട് ഞാൻ വയറ്റിലോട്ട് തന്നെ തുപ്പിക്കളഞ്ഞു. ഓ എടാ കഴുതേ, നല്ല ഉപ്പുള്ള വെള്ളം കുടിച്ചാലേ വയറ് കേടാവും. മഴ വരാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എടാ കഴുതേ, ഈ ശബ്ദം വരുന്നത് നിന്റെ വയറ്റീന്നാണ്. ടോയ്ലറ്റ് എങ്ങോട്ടാ ഞാൻ പോവാ? അയ്യോ അമ്മച്ചി. അങ്ങൊന്ന് കണ്ണാടി വെക്കൂ പ്ലീസ്. അത് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അത് തലയിലായിരിക്കുന്നേ. എടുത്ത് കണ്ണില് വെക്ക്, കണ്ണില്. ഓ ഓ ഓ താങ്ക് യു മോനെ. അല്ല, ഇത് മൂക്കാണല്ലോ. അതാ ഞാനും ചിന്തിച്ചത്. വായെന്താ ഇത്ര ചെറുതായിരിക്കുന്നത്? പേടിക്കണ്ട, ഞാനില്ലേ. തുറക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. വെരി ബാഡ് പേഷ്യന്റ്, വെരി ബാഡ്. നോ 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 നോ. എന്തു പറ്റി?
ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ബട്ട് ഡോണ്ട് വറി, ഞാനില്ലേ. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, ഒട്ടും വേദനിക്കില്ല. വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും എടുക്കണ്ട. ഒട്ടും പേടിക്കേണ്ട കാര്യമേ ഇല്ല, ഞാനില്ലേ. കാരണം ഇഞ്ചക്ഷൻ തരാതെ ഞാൻ എങ്ങനെയാണ് പല്ലെടുക്കേണ്ടത്? വേണ്ട, എന്റെ പല്ലെടുക്കണ്ട. എന്റെ പല്ലിന് ഒന്നും പറ്റിയിട്ടില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഇഞ്ചക്ഷൻ എടുക്ക വലിയ എടുക്ക്. ഇഞ്ചക്ഷൻ എടുത്തോട്ടെ please. ഒന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനില്ലേ. എടാ ഹണി, നീ എന്തായി ചെയ്തത്? അല്ല എന്താ ഇത്? ഡോക്ടർ ബോധം കെട്ടിരിക്കുകയാണല്ലോ. ഡോക്ടർ ഒരിക്കലും ബോധം കെട്ട് വീഴില്ല. ഈ ഞാനില്ലേ.